നമസ്കാരം. പ്രിയങ്ക ഗാന്ധിക്കെതിരെ ബി.ജെ.പി ടിക്കറ്റിൽ റായ്ബറേലിയിൽ മത്സരിക്കാനില്ലെന്ന് ബി.ജെ.പി എം പി വരുൺ ഗാന്ധി. പിലിഭിത്തിൽ ഇത്തവണ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട വരുൺ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തമാശക്കളിയല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളോട് തുറന്നടിച്ചതായി പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ രഹസ്യമായി സംസാരിച്ച കാര്യങ്ങൾ പരസ്യമാക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് വരുൺ ഗാന്ധി മനോരമയോട് പ്രതികരിച്ചത്. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അമേഠിയിൽ രാഹുലും റായ്ബറേലിയിൽ പ്രിയങ്കയും മത്സരിക്കുമെന്നാണ് സൂചന. ഈ ആഴ്ച ആദ്യം ഉൾപ്പെടെ 2 തവണ മോദി വരുണിനോട് നേരിട്ട് സംസാരിച്ചതായാണ് വിവരം. താൻ തന്നെ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങാമെന്ന് മോദി വാഗ്ദാനം ചെയ്തെങ്കിലും കുടുംബാംഗത്തിനെതിരെ മത്സരിക്കുന്ന തരത്തിലുള്ള സർക്കസായി രാഷ്ട്രീയത്തെ കാണുന്നില്ലെന്നും വരുൺ പറഞ്ഞതായി പാർട്ടി വൃത്തങ്ങളിൽ ചിലർ പറയുന്നു. തോറ്റാലും വലിയ സ്ഥാനങ്ങൾ നേതൃത്വം വാഗ്ദാനം ചെയ്തെങ്കിലും നിലവിൽ ഒന്നിലും താല്പര്യമില്ല എന്ന നിലപാടിലായിരുന്നു വരുൺ. അല്പകാലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു. ബി.ജെ.പിയുടെ ആഭ്യന്തര സർവേയിൽ വരുൺ ഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യത്തിനായിരുന്നു മുൻതൂക്കം. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ആദ്യം പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദയും പിന്നീട് അമിത്ഷായും വരുൺ ഗാന്ധിയോട് സംസാരിച്ചു. മാർച്ച് 2ാം വാരത്തിലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വരുണിനെ മത്സരിക്കാൻ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. പിലിഭിത്ത് എം പിയായ വരുണിന് ഇത്തവണ ടിക്കറ്റ് നിഷേധിച്ചതിൽ അദ്ദേഹം അതൃപ്തനായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളിൽ നിരന്തരം മോദി സർക്കാരിനും യു.പി സർക്കാരിനുമെതിരെ വരുൺ ഗാന്ധി ശക്തമായി പ്രതികരിച്ചിരുന്നു. ഇതെല്ലാം ക്ഷമിച്ചാണ് വരുണിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങാമെന്ന് വരെ പ്രധാനമന്ത്രി ഉറപ്പു നൽകിയത്. റായ്ബറേലിയിൽ പ്രിയങ്ക വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് കോൺഗ്രസിന് പുതു ഊർജം പകരുമെന്ന് ബി.ജെ.പി നേതൃത്വം വിലയിരുത്തുന്നു. അതിനാൽ കരുത്തുറ്റ സ്ഥാനാർത്ഥിക്കായി മണ്ഡലത്തിൽ സർവേ നടത്തി. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ഉമാഭാരതി, പ്രവാചകനെതിരെ വിവാദ പരാമർശം നടത്തിയ നൂപുർ ശർമ്മ, യു.പി ഉപമുഖ്യമന്ത്രിമാരായ കേശവ പ്രസാദ് മൗര്യ, ബ്രജേഷ് പാഠക്, മുൻ എം പി വിനയ് കട്ടിയാർ, ഉൻചാഹർ എം.എൽ.എ മനോജ് പാണ്ഡെ എന്നിവരുടെ പേരുകളാണ് അണികളുടെ പരിഗണനയ്ക്ക് നൽകിയത്. ഇവർക്കാർക്കും തന്നെ പ്രിയങ്കയെ മറികടക്കാൻ കഴിയില്ലെന്നും വരുൺ ഗാന്ധി വരണമെന്നുമായിരുന്നു ഭൂരിഭാഗം പേരുടെയും ആവശ്യം. അതേസമയം രാഹുൽ ഗാന്ധി യു.പിയിലെ അമേഠിയിൽ മത്സരിച്ചേക്കും എന്ന അഭ്യൂഹം ചൂടുപിടിക്കുകയാണ്. മെയ് 1 രാഹുൽ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് മണ്ഡലത്തിലെ പ്രാദേശിക നേതാക്കൾ അവകാശപ്പെട്ടു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും വിഷയം ചർച്ച ചെയ്യാൻ വരും ദിവസങ്ങളിൽ യോഗം ചേരുമെന്നും കോൺഗ്രസ് ദേശീയ വൃത്തങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അമേഠിയുടെ കാര്യത്തിൽ ഇനി തീരുമാനം വൈകില്ല. മെയ് 20-നാണ് അവിടെ തിരഞ്ഞെടുപ്പ്. ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിൽ രാഹുൽ തന്നെ മത്സരിക്കണമെന്ന് യു.പി PCC മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. 2004 മുതൽ അമേഠിയിൽ ജയിച്ചു വന്ന രാഹുൽ 2019-ൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോറ്റു. ഇത്തവണ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം എന്നേക്കുമായി കോൺഗ്രസിന് നഷ്ടമാകും എന്നാണ് യു.പി നേതാക്കളുടെ വാദം.